ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മളുടെ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ മുറ്റടിക്കാനൊക്കെ തുടങ്ങി. ഇന്ന് വല്ലാതെ കുപ്പയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അതൊക്കെ അടിച്ച് ഞാൻ ഉള്ളിലേക്ക് പോയി. വിളക്ക് വെക്കാൻ നേരമായിരുന്നു. പിന്നെ വേഗം വിളക്കൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് കയറി. ഇന്ന് വൈകുന്നേരം മഹിയേട്ടൻ വന്ന സമയത്ത് ചിക്കൻ കൊണ്ടുവന്നായിരുന്നേ. അപ്പോൾ ഞാൻ പൂരിയും ചിക്കനും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഫസ്റ്റ് തന്നെ ചിക്കനൊക്കെ കഴുകി അതിലേക്ക് കുറച്ച് ഉപ്പും മുളകും പിന്നെ ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ അടച്ചു വെച്ചേ. അതിന് ശേഷം വേഗം പൂരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അങ്ങനെ പൂരിക്കൊക്കെ കുഴച്ച് അതിന് ശേഷം പൂരി പ്രസ് ചെയ്തുണ്ടാക്കില്ലേ, ആ മെഷീനിൽ വെച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്യുകയാണ് ചെയ്തത്. ആദ്യം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കുട്ടികൾക്ക് ചപ്പാത്തിയേക്കാൾ ഇഷ്ടം പൂരിയാണ്. പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊന്നൂനാണെന്ന് വെച്ചാലും നാളെ രാവിലെ ഒക്കെ അങ്ങനെ കഴിക്കുക ചെയ്യുക. ഇന്നിപ്പോൾ രാവിലെ പൂരിയാണെന്ന് വെച്ചാൽ തന്നെ ഉച്ചയ്ക്ക് പൂരി, വൈകുന്നേരത്തെ പൂരി, അങ്ങനെ അവർക്കിഷ്ടം. ഒരു ഭൂരിഭാഗം പലഹാരങ്ങളാണ് കഴിക്കുക. ഞങ്ങൾ പൊതുവേ വൈകുന്നേരം ചപ്പാത്തിയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം ഇന്നിപ്പോൾ ചിക്കൻ മേടിച്ചുകൊണ്ട് അങ്ങനെ ചപ്പാത്തിയൊക്കെ ചെയ്തത്. പൊതുവേ ചിക്കൻ മേടിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ വൈകുന്നേരത്തെ ചപ്പാത്തി ഉണ്ടാക്കും. പിറ്റത്തെ ദിവസം രാവിലെ ചപ്പാത്തിയോ അല്ലെങ്കിൽ പുട്ടും ചിക്കനും അങ്ങനെയാണ് പൊതുവേ ഉണ്ടാക്കാറ്. അപ്പോഴേക്കും മഹിയേട്ടൻ ഉള്ളിയും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി തന്നെ, ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ. അപ്പോഴേക്കും ഞാൻ വേഗം എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ച് പൂരി ഉണ്ടാക്കിയിട്ട് ആവാം ചിക്കൻ കറി അടുപ്പത്ത് വയ്ക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങി. ഇന്ന് നല്ല പൂരിയായിരുന്നേ, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, നന്നായിട്ട് പൊങ്ങി വരും ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പൊന്നൂനൊക്കെ പൊതുവേ ഇങ്ങനെ പൊങ്ങി വരുന്ന പപ്പടന്മാരത്തെ പൂരി എന്നാണ് പറയുക. എന്തായാലും അവൾക്ക് ഇഷ്ടമായേ. അങ്ങനെ പൂരിയൊക്കെ സെറ്റായേ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ തുടങ്ങിയായിരുന്നു. ആദ്യം മസാലയാണ് ഉണ്ടാക്കിയത്. അതിനായിട്ട് ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച വെല്ലുള്ളി ഇടുന്നു. അതിലേക്ക് ശേഷം ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴതാൻ വെച്ചു. അത് വഴണ്ട് വന്നപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു, പച്ചമുളകും ചേർത്തു, തക്കാളി ആഡ് ചെയ്തേ. പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും. എന്നിട്ട് ഞാൻ ചിക്കന് അടുപ്പത്ത് വയ്ക്കാൻ നോക്കി. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഒക്കെ ചേർത്ത് മസാല റെഡിയാവാൻ വേണ്ടിയിട്ട് ഇട്ടേ. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് ആ മസാല മിക്സാക്കി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞ് അതിൽ ചേർത്തു. അതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ തിളച്ചു കൊണ്ടിരിക്കുന്ന ചിക്കനിലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും സാദാ മസാലയൊക്കെ ഇട്ടിട്ട് ഇതാക്കിയിരിക്കുന്ന ആ ചിക്കനിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ക്യാപ്സിക്കവും മസാലകളും ഒക്കെ ചേർത്തത് നമ്മൾ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് പിന്നെ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചിക്കനൊക്കെ റെഡിയായി. ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഇന്ന് പൂരിയാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ പൂരിയും ചിക്കനും അങ്ങനെ വിളമ്പിയിട്ട് കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്തത്. അവർ TV കാണുമായിരുന്നു. ആമയുണ്ടായിരുന്നു ഇന്ന്. കുട്ടികളാണെന്ന് വെച്ചാൽ TV കണ്ടുകൊണ്ടിരിക്കായതൊന്നും ഭക്ഷണം കൊണ്ടുവച്ച് തന്നെ വല്ലാതെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അവർക്ക് ഭക്ഷണത്തേക്കാൾ പ്രാധാന്യം TVനോടും കാർട്ടൂണിനോടും ആയതുകൊണ്ട് അവരങ്ങനെ അതിൽ നോക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ചീത്ത പറഞ്ഞപ്പോഴാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോഴേക്കും കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ സെറ്റാക്കി കഴുകി ഉണ്ടാക്കി. നാളെ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ അരിയും ഇതൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് അരിയൊക്കെ ആട്ടി. ഞാൻ അരി ഇടുന്ന സമയത്ത് തന്നെ കുറച്ച് തോനെ അരി ഇടാറുണ്ട് അപ്പത്തിനോ. ഒരു ദിവസം ദോശ ഉണ്ടാക്കി അതിന് ശേഷം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ തരത്തിൽ അങ്ങനെയാണ് ഇടാറ്. അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം ദോശയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് തോന അരി ഇടാറുണ്ട്. എന്നിട്ടത്
പുറത്ത് പുളിക്കാൻ വേണ്ടി വെച്ച ശേഷം പിറ്റത്തെ ദിവസം അതെടുത്ത് ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് അങ്ങാടിക്ക് പോവുകയുണ്ടായി. ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, ഒരു ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങനെ പെരിന്തൽമണ്ണ തന്നെ ഒരു നല്ല കടയിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നേ. നമ്മൾ 2 ഉടുപ്പാണ് എടുത്തത്. ഇന്ന് ഫുഡ് പുറത്തുനിന്നൊന്നും കഴിച്ചില്ല, കാരണം ഇപ്പോൾ ചിക്കനും ഇതൊക്കെ കഴിച്ച് വരികയല്ലേ വെച്ചിട്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഫുഡ് കഴിക്കലുള്ളതാണേ.